ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് പൂജൻ്റെ ലീവിൻ്റെ സമയത്ത് നമ്മൾ ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്നിടുന്നത്. നമ്മൾ പോയത് ഊട്ടിയിലേക്കായിരുന്നു. പിന്നെ ഒരു ദിവസത്തെ മോർണിംഗ് പോയിട്ട് പിറ്റേ ദിവസം അന്ന് അവിടെ സ്റ്റേ, പിറ്റേ ദിവസം രാത്രിയിൽ ഈവനിങ് തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, 2 ദിവസം സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ റൂമൊക്കെ പിന്നെ ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റുക ചെയ്തത് കേട്ടോ. നമ്മൾ നാടുകാണി വഴിയാണ് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ചുരം എപ്പോഴും ഭയങ്കര ഭംഗിയാണല്ലോ. ചുരം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. 2 സൈഡിൽ കാടും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് നമ്മൾ ചുരം കയറി പോകുമ്പോൾ. പക്ഷെ ഇതൊറ്റ പേടിയുണ്ട്, എനിക്ക് ആനനെ മാത്രമേ ഉള്ളൂ പേടി. ആന വരുന്നതാണ് എനിക്ക് പേടിയുള്ളത്. എന്തായാലും ആനനെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, ആന കാണുന്നതൊക്കെ. അപ്പം പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന ധൈര്യത്തിലാണ് പോണത്. റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. നാടുകാണി റോഡ് ഭയങ്കര മോശമാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഊട്ടിയിൽ പോയത് നമ്മൾ മസ്സിനഗുഡി വഴിയായിരുന്നു. അന്ന് കുറേ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വഴിക്ക് അങ്ങനെ അധികം അനിമൽസൊന്നും കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് സിംഹവാലൻ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ മരത്തിലിരിക്കുന്നുണ്ടായിരുന്നു, കുറേ കൂട്ടം കൂടിയിട്ട്. അപ്പം എന്താണ് പറയുക, ഞങ്ങൾ ഹസ്ബൻഡും ഞങ്ങളും അതേപോലെ അനിയത്തിൻ്റെ ഭർത്താവും കുട്ടിയും, അങ്ങനെ 2 ഫാമിലിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എവിടെയാണ്, ഊട്ടി ടൗണിൽ തന്നെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഒരു പ്ലേസ്, ഡൊഡ്ഡാപേട്ട എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അത് കണ്ടിട്ട് റൂമിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാഹ് റാത്തായി വന്ന് അതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഈ വീഡിയോ എടുക്കാൻ തന്നെ നമ്മളെ യാത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്രകൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ പൂജൻ്റെ ലീവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളില്ല. അതുപോലെ എനിക്ക് കുറച്ച് പ്ലാന്റ് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ പൂജൻ്റെ ലീവ് കഴിയാതെ കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയായിരുന്നു. നമ്മൾ കൊറിയർ സർവീസിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അന്ന് ലീവാണ്. അതുപോലെ തന്നെ പിന്നെ വെള്ളി, ശനി, ഞായറും ശനി അയച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച അവിടെ എന്താ പറയുക, ഞായറാഴ്ച ലീവാണല്ലോ, വീണ്ടും ലീവാണല്ലോ. അപ്പം പ്ലാന്റ് നാശമായി. ഇപ്പോൾ വേറെ സാധനത്തിൻ്റെ പോലെയല്ല പ്ലാന്റ്. നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ യൂക്കാലി മരങ്ങളാണ്. നല്ല വ്യൂ ഉള്ള അടിപൊളി പ്ലേസാണ് കേട്ടോ. അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ സമയം എവിടെയും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് സമയമൊക്കെ ഒരു 10 മിനിറ്റൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം പോവുക ചെയ്തത് കേട്ടോ. കാരണം 11:30 ആകുമ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എത്ര എന്നുള്ളതിലാണ് പോകുന്നത്. കാരണം ഈ സമയമായതുകൊണ്ട് കുറേ പിന്നെ ആളുകൾ വരുന്ന സമയമാണ്. ഈ ദശമി, നവമി, അതേപോലെ ഗാന്ധി ജയന്തി ലീവൊക്കെ ഒന്നിച്ച് വന്നതായതുകൊണ്ട് തന്നെ കുറേ വിസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ റൂമുകളൊന്നുമില്ല. പിന്നെ ഈ പോണ വഴിയിലൊക്കെ കണ്ട ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ, ഇതിൻ്റെ പേരിപ്പോൾ എന്താണെന്ന് മറന്നുപോയല്ലോ, മോർണിംഗ് ഗ്ലോറി. അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീട്ടിൽ നട്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നിങ്ങൾ സ്ഥലത്ത് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എനിക്കൊരു അടുത്തുനിന്ന് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ നിന്നപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് കുറേ കുരങ്ങന്മാർ വന്നു. അപ്പോൾ പിന്നെ വേഗം അവിടെ പോകേണ്ടിയത്, വേറെ സ്ഥലത്താണ് പിന്നെ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ ഡൊഡ്ഡാപേട്ട എന്ന് പറഞ്ഞ സ്ഥലം. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അങ്ങനെ എത്തിപ്പെടുന്നത് കുറച്ചൊരു പണിയാണ്. നമ്മൾ കുറേ വണ്ടികളും ഇതേപോലെ ഹീറ്റായിട്ട് കുറച്ച് സമയം നിർത്തിയിടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയും അതേപോലെ ഹീറ്റായിട്ട് കുറച്ച് സമയം നിർത്തിയിടേണ്ടി വന്നു. അങ്ങനെ ഇവിടെ കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു, കാരണം എത്തിപ്പെടാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഈ ഊട്ടിയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റുമേലും എല്ലാ ചെടിമേലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ. ഈ ഒരു മതിലുള്ളതാണ്, ഒരു വീടിൻ്റെ ഒരു മതിൽമേലുണ്ടായ പൂവാണ്. ഇതിന്മേൽ 2 വിധം കളറുള്ള പൂക്കളുണ്ടായതിൽ. പിന്നെ ഇത് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മളെന്തായാലും കാണുമല്ലോ. പക്ഷേ എനിക്കിതൊന്ന് വാങ്ങണം എന്നുള്ളൊരു അവിടെ സെയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വാങ്ങാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കൊണ്ടുവരുന്ന അധികം ചെടികളും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാൽ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങാനുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല.
കാണാനിങ്ങനെ ഭംഗിയാണ്. ഊട്ടിയിലെ ക്ലൈമറ്റ് അല്ലല്ലോ നമ്മുടെ നാട്ടിൽ. പിന്നെ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടും ഞാനൊരു കേരളക്കാരി ആയതുകൊണ്ടാണ് അറിയില്ല, കേരളത്തിലെ ക്ലൈമറ്റാണ് ജീവിക്കാൻ ഏറ്റവും സുഖമായിട്ട് തോന്നിയത്. നമുക്ക് ആവശ്യത്തിന് തണുപ്പും അതേപോലെ ആവശ്യത്തിന് ചൂടും ആവശ്യത്തിന് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് തണുപ്പ്. എനിക്കാണെങ്കിൽ തണുപ്പ് ഭയങ്കര വലിയൊരു ഇഷ്ടമില്ല കേട്ടോ. ഓവർ തണുപ്പ് എനിക്ക് ഇഷ്ടമില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ് ഈ തണുപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെ ജീവിച്ച് പോകണമെന്ന് ആലോചിച്ച് കാരണം ഇങ്ങനെ തണുപ്പ് തന്നെ ആകുമ്പോൾ എന്തോ ഒരു മൂഡ് ഓഫ് പോലെയാണ് തണുപ്പ് തന്നെ ആകുമ്പോൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമല്ല കേട്ടോ. കുറേ തണുപ്പ് ഇഷ്ടമില്ല, ആവശ്യത്തിന് ഇഷ്ടമുള്ളൂ. അപ്പോൾ എനിക്ക് നമ്മുടെ കേരളം തന്നെയാണ് ഇഷ്ടം. കാരണം നമുക്ക് ആവശ്യത്തിന് തണുപ്പും ചൂടും മഴയും എല്ലാം ഉള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പിന്നെ ഇതിനനുസരിച്ച് അഡാപ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ഓല് ജന്മന അങ്ങനെ തന്നെ നിൽക്കുന്നത്. കണ്ട് ഈ ചെടികളൊക്കെ ഡാലിയാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കണ്ണിനൊക്കെ ഭയങ്കര കുളിർമ തന്നെയാണ്. പക്ഷെ എനിക്കിത് വളർത്താൻ ഒട്ടും താല്പര്യമില്ല. ഈ പൂവുള്ള ചെടികൾ കലാത്തി, അഗ്ലോണിമ അതൊന്നും ഇവിടെ കണ്ടതുമില്ല. അങ്ങനത്തെ ചെടികളൊന്നും ഇവിടെ കണ്ടിട്ടേ ഇല്ല. ഇനി ഞാൻ കാണാഞ്ഞിട്ടാണോ അറിയില്ല. കാണാൻ ഏതായാലും അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞ പോലെ കുറേയൊക്കെ വീഡിയോ എടുത്തു, പിന്നെ കുറേ സ്കിപ്പ് ചെയ്തു. കാരണം എല്ലാ വീഡിയോസും എടുക്കാൻ നിന്നാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ യാത്ര ഒരിക്കലും എൻജോയ് ചെയ്യാൻ കഴിയില്ല ഇതിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ. ഇതെന്തായാലും നമ്മൾ കണ്ണോട് കാണുന്ന അത്ര ഭംഗി വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ എടുക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചെടുത്തിട്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു. ഏതായാലും ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ഉള്ള അടിപൊളി ദിവസമായിരുന്നു. മനസ്സിനൊരു സന്തോഷമുണ്ട് ഇപ്പം ആലോചിക്കുമ്പോഴും. ആ ദിവസം കഴിഞ്ഞു പോയാലൊന്നൊരു ഫീലുണ്ട്. കാരണം നമുക്ക് വരാനുള്ളത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കഴിഞ്ഞു പോയപ്പോൾ അത് മെമ്മറി ആയി മാറിയില്ലേ. അതുകൊണ്ട് കഴിഞ്ഞു പോയൊരു വിഷമമുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ഇയറൊക്കെ ആയിരിക്കും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക ഇൻഷാ അള്ളാ. അപ്പം എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ട്രിപ്പൊക്കെ പോകണം എന്നാണ്. നമ്മുടെ സാമ്പത്തികം എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഇതാണ്. അപ്പം 2 വർഷം മുമ്പ് ഞങ്ങൾ ട്രിപ്പ് ഇതേപോലെ മൈസൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. 3 days അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് ഇതേപോലെ വലിയ ട്രിപ്പ് പോണത്. കോഴിക്കോട് ബീച്ച്, അങ്ങനെ പാലക്കാട്, അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോകുന്നല്ലാതെ വലിയ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. അതിന് ശേഷം പോയിട്ടില്ല. അപ്പം ഇവിടെ ഇതേപോലെ കുറേ പുൽത്തകിടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണല്ലോ. നമുക്ക് പിന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ പറയുമ്പോൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോസൊന്നും എടുത്തില്ല. ഇത് പിന്നെ വന്നത് നമ്മുടെ എന്താ പറയുക പൈൻ ഫോറസ്റ്റ് അവിടെയാണ് കേട്ടോ. അവിടെ ഒരു നല്ല നമ്മൾ ഇറങ്ങാനും കയറാനും കഴിയുന്നവർക്ക് നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ. കാരണം കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരാൻ ഈസിയാണ്, പക്ഷെ കയറി പോകുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയ സ്ഥലമാണ് ഈ സ്ഥലം, പൈക്കാര വാട്ടർഫാൾസ്. എന്തൊരു ഭംഗിയാണ് കാണാനറിയാം. നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. കാരണം ഇതെനിക്ക് പോയത് ഇവിടെ പോയിട്ടില്ലെങ്കിൽ അത് നഷ്ടമായെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് പറഞ്ഞ പോലെ അങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ ഈസിയാണ്, പക്ഷെ കയറി വരുന്നതാണ് ഭയങ്കര ടാസ്ക്. ഒരുപാട് പേര് പോയാലൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാനിപ്പോൾ വയനാടും അതുപോലെ നമ്മുടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആദ്യം ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നു, പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ പരന്നൊഴുകുന്നു. ഒരു ഹെവി ആയിട്ടല്ല, ഒരു നോർമലായിട്ട് നമുക്ക് ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാട്ടർഫോളായിരുന്നു കേട്ടോ. എന്തായാലും യാത്ര അവസാനിച്ചപ്പോൾ ഭയങ്കര വിഷമം. ഇതാണ് കേട്ടോ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കണ്ടൊരു പോയ സ്ഥലം. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുക ചെയ്തത്. ഇനി എന്ന് പോകുന്നുള്ള ചിന്തയാണ്. പിന്നെ ഇനി എന്നാണ് ഇതോടുകൂടി എൻ്റെ ഊട്ടി ടൂർ ഞാൻ നിർത്തി. കാരണം ഊട്ടിക്ക് ഇനി ഞാൻ ഇതോടുകൂടി ഇതും കൂട്ടിയിട്ട് 6 പ്രാവശ്യം കാണാൻ ഊട്ടിയിൽ പോയിട്ടുണ്ട്. ഇനി എന്തായാലും ഇനി ഊട്ടിയിലേക്ക് പോകുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും സ്ഥലം കാണാൻ പോകുന്നല്ലാതെ ഊട്ടി ട്രിപ്പ് ഇനി പോകുന്നില്ല. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഇറക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു.
ഊട്ടിയിൽ തന്നെ കുറച്ച് സ്ഥലം മാറിയിട്ട് കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പിന്നീട് ടോയ് ട്രെയിൻ ബുക്ക് ചെയ്ത് പോകണം എന്നുള്ളതിലാണ് നമ്മളത് യാത്ര വൈൻഡപ്പ് ചെയ്തത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.